ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഭാഗവത സപ്താഹത്തിന് സമാപനം. ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 8 മുതൽ 21 വരെ സംഘടിപ്പിച്ച ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് സ്വാമി ഉദിത് ചൈതന്യ നേതൃത്വം നൽകി. സിഡ്നിയുടെ വിവിധ ഭാഗങ്ങളിലായി 2 വാരാന്ത്യങ്ങളിലായി നടന്ന സപ്താഹത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. സപ്താഹത്തോടനുബന്ധിച്ചുള്ള എല്ലാ പൂജകളും ആചാരാനുഷ്ഠാനങ്ങളും പരമ്പരാഗത താന്ത്രിക വിധിപ്രകാരമായിരുന്നു. യജ്ഞഹോതാവായി ശ്രീവത്സലൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹയജ്ഞാചാര്യനായ ശ്രീകുമാർ പാരായണത്തിനും അനുബന്ധ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. സമാപന ദിവസം വിശേഷാൽ മംഗളകരമായ അവബൃദ്ധ സ്നാനത്തോടെയാണ് സപ്താഹയജ്ഞം പൂർത്തിയായത്. ശ്രീമദ് ഭാഗവതത്തിലെ കഥകളും സന്ദേശങ്ങളും ലളിതമായ ഭാഷയിലും ആഴത്തിലുള്ള ആത്മീയതയോടെയും അവതരിപ്പിച്ച സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ ഭക്തരുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. ദിവസേന നടന്ന ഭജന, നാമസങ്കീർത്തനം, സാംസ്കാരിക പരിപാടികൾ എന്നിവയും സപ്താഹത്തിന് മാറ്റുകൂട്ടി. സപ്താഹത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും സംഘടിപ്പിച്ചു. വിവിധ പ്രായക്കാരായ ആളുകൾ യോഗയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. സിഡ്നിയിലെ വിവിധ ഹിന്ദു സംഘടനകളുടെ സഹകരണവും സപ്താഹത്തിന്റെ വിജയത്തിൽ നിർണായകമായി. മഹിമ, HSS, ഹിന്ദു കൗൺസിൽ ഓഫ് ഓസ്ട്രേലിയ, സനാതന ഹിന്ദു സമാജം, മനശ്രുതി കൾച്ചറൽ സെന്റർ തുടങ്ങിയ സംഘടനകൾ പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഓസ്ട്രേലിയയിലെ വിവിധ നഗരങ്ങളിൽ ആത്മീയ പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ദിവസങ്ങളിലായി വിവിധ വേദികളിൽ ചിട്ടയോടെയും ഭക്തജന പങ്കാളിത്തത്തോടെയും വിജയകരമായും ഒരു ഭാഗവത സപ്താഹം സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. ന്യൂസ് ഡെസ്ക്, ജനം.